ദുരന്തബാധിതരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഉരുൾപൊട്ടൽ മേഖലയിലെത്തി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാടിനെ മറന്നു എന്നാണ് എല്ലാവരുടെയും ചോദ്യം. പുനരധിവാസ പ്രവർത്തനത്തിനടക്കമുള്ള പാക്കേജ് സംബന്ധിച്ച് അധികം വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് വയനാട് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം മോദി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ കേരളം അത്രയ്ക്ക് പ്രത്യാശയോടെയാണ് കണ്ടത്. കുടുംബം നഷ്ടപ്പെട്ട കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടറിഞ്ഞ് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകൾ ഒരു വർഷമായിട്ടും എങ്ങും എത്തിയില്ല. 1979 ഗുജറാത്തിലെ മോർബി ഡാം ദുരന്തം ഓർത്തെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ അന്നത്തെ സന്ദർശനം. സന്നദ്ധ പ്രവർത്തകനായി താനും ഒരു ദുരന്തത്തെ നേരിടുകയും അടുത്തുനിന്ന് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ദുരന്തബാധിതർക്ക് മുന്നിൽ മോദി ആശ്വാസ വാക്കുകൾ ചൊരിഞ്ഞത്. പര്യടനത്തിന്റെ സമയനിഷ്ഠയൊക്കെ മാറ്റിവെച്ച് ദുരിതബാധിതരെ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം അന്ന് കൂടുതൽ സമയം ചെലവിട്ടു. വേദന ഉൾക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയതെന്നതിനാൽ കേരളത്തിന് സന്ദർശനം വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലെന്നാണ് കേന്ദ്ര സംഘം റിപ്പോർട്ട് നൽകിയത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളം വിശദമായ നിവേദനം നൽകി. ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ മേപ്പാടിയിൽ 1102 കോടിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. വിശദമായ നിവേദനം സമർപ്പിക്കാനാണ് കളക്ടറേറ്റിലെ യോഗത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത്. പിന്നാലെ സംസ്ഥാനം ഇത് സമർപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. എന്നാൽ കേന്ദ്രം പുറംതിരിഞ്ഞു നിന്നതും അത് പുനരധിവാസ പ്രവർത്തനത്തെ ബാധിച്ചതും കേരളം കണ്ടു, ഉപരി വയനാട്ടുകാർ കണ്ടു. സംസ്ഥാന സർക്കാരും സന്നദ്ധ സംഘടനകളും മാത്രം വിചാരിച്ചാൽ പുനർനിർമ്മാണം സാധ്യമാവില്ല എന്നത് വസ്തുതയാണ്. പോയ ഒരു വർഷവും കണ്ടത് വാക്കുകൾ ജലരേഖയാക്കുന്ന കാഴ്ച. ഉരുൾപൊട്ടലിന് പിന്നാലെ വന്ന മലവെള്ളപ്പാച്ചിൽ പോലെ തന്നെ വാഗ്ദാനങ്ങൾ ആരും അറിയാതെ മൺമറഞ്ഞു. ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായ 402 കുടുംബങ്ങളും ഇപ്പോഴും താൽക്കാലിക കെട്ടിടത്തിൽ തന്നെയാണ്. പുനരധിവാസം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് 1000 ചതുരശ്ര മീറ്റർ വീട് നിർമ്മിച്ചു നൽകാൻ ഒരു വർഷം പോരാതെ വന്നു. ഇതുവരെ നിർമ്മിച്ചു തീർന്ന വീടിന്റെ എണ്ണം ചോദിച്ചാൽ ഉത്തരം വട്ടപൂജ്യം. പണമില്ലാത്തതിന്റെ പേരിൽ ഒന്നും മുടങ്ങില്ലെന്ന ചൂരൽമലയുടെ ഇടറിയ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ നാടൊന്നടങ്കം അത് നെഞ്ചിലേറ്റി. എന്നാൽ വയനാടിനായി പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തിന് നയാ പൈസ പോലും സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. കിട്ടിയത് 529 കോടിയുടെ വായ്പ മാത്രം. ഉരുളുറപ്പുകൾ വെറും വാക്കുകളാകുമ്പോൾ ഉറ്റവരും മുടിയവരുമടക്കം സർവരും നഷ്ടപ്പെട്ട് ആ കുടുംബങ്ങൾ ഇപ്പോഴും താൽക്കാലിക കേന്ദ്രങ്ങളിൽ അഭയാർത്ഥികളാണ്. സ്വന്തമായി ഒരു വീടിനായി അവർ കാത്തിരിപ്പ് തുടരുന്നു. നനച്ചിരിക്കാതെ നഷ്ടപ്പെട്ട കുടിപ്പാടത്തിന് പകരമാകില്ലെങ്കിൽ കൂടി. പുനർനിർമ്മാണ പ്രവൃത്തികൾക്കായി കേരളം അപേക്ഷിച്ച 2220 കോടിയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് മിണ്ടാട്ടമില്ല. ആകെ കിട്ടിയ സഹായധനം സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽപ്പെടുത്തി ലഭിച്ച 529 കോടി രൂപയുടെ വായ്പ മാത്രം. ഉരുളെടുത്തവരുടെ വേദന ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് മടങ്ങിയത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ, രാജ്യം ഒപ്പമുണ്ടെന്ന് അറിയിച്ചാണ് അന്ന് അദ്ദേഹം യാത്രയായത്. എന്നാൽ അടിയന്തര സഹായം അനുവദിക്കാൻ സാധിക്കുമായിരുന്നിട്ടും ഒന്നും ലഭിച്ചില്ല. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ പഴിയും കേന്ദ്രം കേട്ടു. ഈ സാഹചര്യത്തിലാണ് വയനാടിനെ പ്രധാനമന്ത്രി മറന്നോ എന്ന ദുരന്തബാധിതരുടെ ചോദ്യം വീണ്ടും ഉയർന്നു കേൾക്കുന്നത്.